ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം അർക്കെലയോസ് രാജാവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. ഹെരോദ രാജാവിന് തൻ്റെ ശമര്യക്കാരി ഭാര്യ മാൽത്തക്കയിൽ ജനിച്ച പുത്രനാണ് അർക്കെലയോസ്. ഹെരോദാവിൻ്റെ മരണശേഷം അവശേഷിച്ച 3 പുത്രന്മാരിൽ ഏറ്റവും മുതിർന്നവനാണ് അർക്കെലയോസ്. പിതാവിൻ്റെ മരണപത്രം അനുസരിച്ച് അർക്കെലയോസ് രാജാവാകേണ്ടിയിരുന്നു. എന്നാൽ അതിനെതിരെ യഹൂദന്മാർ റോമിൽ പോയി ചക്രവർത്തിയെ കണ്ട് ഒരു നാടുവാഴിയുടെ കീഴിൽ ദൈവാധിപത്യ ഭരണമാണ് വേണ്ടത് എന്ന് അപേക്ഷിച്ചു. ഹെരോദാവിൻ്റെ മരണപത്രം വായിച്ചു നോക്കിയ അഗസ്തസ് കൈസർ അർക്കെലയോസിന് രാജസ്ഥാനം നൽകിയില്ല. എന്നാൽ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ പകുതി നൽകി. അതിൽ ശമര്യ, യഹൂദ്യ, ഏദോമ്യ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഇയാൾക്ക് രാജപദവി നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും രാജാധികാരത്തോടെയാണ് ഇയാൾ ഭരിച്ചത്. അപ്പനെപ്പോലെ തന്നെ ക്രൂരനും ദുഷ്ടനുമായിരുന്നു ഇയാൾ. അതുകൊണ്ടായിരിക്കണം ഈജിപ്തിൽ നിന്ന് യോസെഫ് പിതാവ് ഉണ്ണി യേശുവിനെയും കൊണ്ട് മടങ്ങി വന്നപ്പോൾ അർക്കെലയോസിൻ്റെ അധികാര പരിധിയിലുള്ള യഹൂദിയിൽ വന്ന് താമസിക്കാൻ ഭയപ്പെടുന്നത്. വിശുദ്ധ മത്തായി 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ, എന്നാൽ യഹൂദിയിൽ അർക്കെലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് അപ്പനായ ഹെരോദാവ് കൊന്ന രക്തസാക്ഷികളുടെ ഓർമ്മ നിർവഹിക്കുവാൻ വന്ന 3000 യഹൂദന്മാരെ ഇയാൾ കൊലപ്പെടുത്തി. അതുകൊണ്ട് യഹൂദന്മാരുടെ പ്രതിനിധികൾ റോമിൽ പോയി ചക്രവർത്തിയോട് പരാതിപ്പെട്ടു. അങ്ങനെ ചക്രവർത്തി ഇയാളെ സിംഹാസന സ്ഥാനത്ത് നിന്ന് മാറ്റുകയും നാട് കടത്തുകയും ചെയ്തു. അധികം താമസിയാതെ ഇയാൾ മരിച്ചു. ഇയാളുടെ അധികാര പരിധിയിലിരുന്ന പ്രദേശങ്ങൾ ഒരു റോമൻ പ്രവിശ്യയാക്കി മാറ്റി. ആ പ്രവിശ്യയുടെ ഭരണത്തിന് റോമിൽ നിന്ന് ഒരു പ്രൊക്കുറേറ്റർ അഥവാ ഗവർണറെ നിയോഗിച്ചു. അപ്രകാരം റോമിൽ നിന്ന് നിയോഗിച്ച പ്രൊക്യുറേറ്റർ ആയിരുന്നു യേശുവിനെ വിസ്തരിച്ച പൊന്തിയോസ് പീലാത്തോസ്. വെറും 10 വർഷമാണ് അർക്കെലയോസ് യഹൂദിയ ഭരിച്ചത്. അർക്കെലയോസിൻ്റെ ദുഷ്ടഭരണം കാരണമാണ് യേശു നസ്രത്തിൽ ചെന്ന് താമസിച്ച് അങ്ങനെ നസ്രായൻ എന്ന് അറിയപ്പെട്ടത്. നസ്രത്ത് യഹൂദന്മാരെ സംബന്ധിച്ച് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. യാഥാസ്ഥിതിക യഹൂദന്മാർ ഈ സ്ഥലത്തെക്കുറിച്ച് അവജ്ഞയോടും പുച്ഛത്തോടെയും സംസാരിക്കുമായിരുന്നു. അങ്ങനെ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ദ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു വളർന്നത്.